ഈ വേൾഡിലെ ഏറ്റവും വലിയ സൂപ്പർ കമ്പ്യൂട്ടർ നമ്മൾ കണ്ടിട്ടുണ്ടോ? അതങ്ങ് US-ലല്ല ഇരിക്കുന്നത്, പിന്നെ എവിടെയാ? അതിനെ വിളിക്കുന്ന പേരാണ് നെക്ക് ടോപ്പ് കമ്പ്യൂട്ടർ. അതെന്താണ് ഈ നെക്ക് ടോപ്പ് കമ്പ്യൂട്ടർ? അതെ, ഈ നെക്കിന് മുകളിൽ ഇരിക്കുന്ന ഈ ഹെഡ് ഉണ്ടല്ലോ, അതാണ് ആ സൂപ്പർ കമ്പ്യൂട്ടർ. ഇതിനെ ഒന്ന് ശരിയായിട്ട് കൺട്രോൾ ചെയ്താൽ ഇനി വരാൻ പോകുന്ന പരീക്ഷയിലും നമ്മുടെ കരിയറിലും നമ്മുടെ ലൈഫിലും ഒക്കെ മികച്ച വിജയം നമുക്ക് നേടാം. ഇതിന് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മളൊരു കമ്പ്യൂട്ടർ യൂസ് ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ആ കമ്പ്യൂട്ടർ നന്നായിട്ട് ഫങ്ഷൻ ചെയ്യുമോ? എന്തൊക്കെയാണ്? ഒന്ന്, അത് ചാർജ് ചെയ്യണം. രണ്ട്, ക്ലീൻ ചെയ്യണം. ഇത് നമ്മൾ വീടുകളിലും ചെയ്യാറില്ലേ? എല്ലാ ദിവസവും നമ്മൾ വീടൊക്കെ വൃത്തിയായിരിക്കാൻ ക്ലീൻ ചെയ്യാറില്ലേ? നമ്മുടെ മൊബൈൽ ഫോൺ നമ്മൾ ചാർജ് ചെയ്യാറില്ലേ? ഇത് രണ്ടും ചെയ്തില്ലെങ്കിൽ അതിൻ്റെ യൂസേജ് മോശമായി പോകില്ലേ? ഇതേപോലെ നമ്മുടെ ബ്രെയിനിനെ എല്ലാ ദിവസവും ചാർജ് ചെയ്യണം, ക്ലീൻ ചെയ്യണം. അതിനെന്താ ചെയ്യേണ്ടത്? അതൊരു എക്സാമിനേഷൻ ടൈമിൽ മാത്രമല്ല, നമ്മുടെ റൊട്ടീൻ ലൈഫിലെ ഓരോ ദിവസവും പോസിറ്റീവ് അഫർമേഷൻസിലൂടെ നമ്മുടെ മൈൻഡിനെ ചാർജ് ചെയ്യുക. ഐ ആം ദ ബെസ്റ്റ്, ഐ ക്യാൻ ഡു എനിത്തിങ്, ഐ വിൽ അച്ചീവ് ദ ഫസ്റ്റ് റാങ്ക്. ഇങ്ങനെ പോസിറ്റീവ് അഫർമേഷൻസ് നിരന്തരമായി പറഞ്ഞുകൊണ്ട് നമ്മുടെ മൈൻഡിനെ ചാർജ് ചെയ്യുക. ഞാനൊരു പോർഷൻ പഠിക്കാനിരിക്കുന്നതിന് മുമ്പ് മാത്സ് എനിക്ക് ടഫാണ് എന്നല്ല ചിന്തിക്കേണ്ട, പകരം മൈ ഫേവറേറ്റ് സബ്ജക്റ്റ് ഈസ് മാത്സ് എന്ന് ചിന്തിച്ചിട്ട് അങ്ങോട്ട് പഠിക്കാൻ തുടങ്ങിക്കേ ആ സബ്ജക്റ്റിൽ നമ്മൾ ഹീറോ ആയി മാറും. ഇതിനോടൊപ്പം നമ്മൾ ക്ലീൻ ചെയ്യണം. എങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടത്? അതിനാണ് ഫോർഗീവ്നെസ് എന്ന് പറയുന്നത്. നമ്മുടെ ചുറ്റും നിന്നും നമുക്ക് കേൾക്കേണ്ടി വരുന്ന എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതൊക്കെ ക്ലീൻ ചെയ്ത് പുറത്തു കളയുക. മറ്റുള്ളവരോട് നമ്മൾ വെച്ചുകൊണ്ട് മനസ്സിലിരിക്കുന്ന പകയും വിദ്വേഷയും അസൂയയും ഒക്കെ ഉണ്ടല്ലോ, ഇതിനെ എടുത്ത് പുറത്തു കളയുക. ഇതാണ് ക്ലീനിങ് എന്ന് പറയുന്നത്. ഈ രണ്ട് കാര്യങ്ങളൊന്ന് ചെയ്തു നോക്കൂ. തീർച്ചയായും നമ്മുടെ ബ്രെയിൻ എന്ന സൂപ്പർ കമ്പ്യൂട്ടർ ബെസ്റ്റായിട്ട് വർക്ക് ചെയ്യും. എക്സാമിനേഷനുകളിലും നമ്മുടെ ജോബിലും നമ്മുടെ കരിയറിലും ലൈഫിലും മികച്ച വിജയം നേടാനും സാധിക്കും. ഓൾ ദ ബെസ്റ്റ്.